ഡിയേഴ്സ്, മൗനരാഗത്തിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ വട്ടമൂത്ത് നമ്മുടെ സരയു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ടെറസിലേക്ക് പോവുക. അവിടെ ചെന്ന് നിന്നതും മോളെ നീ ഈ ഭൂമിയിൽ ജീവിക്കണ്ട കേട്ടോ മോളെ, നമുക്ക് വേറൊരു ലോകത്തേക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞ് സരയു കൊച്ചിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. കുഞ്ഞിനെ എടുത്തുയർത്തി നിലത്തേക്ക് ഇടാനുള്ള പ്ലാനാണ് നമ്മുടെ സരയുനുള്ളത്. എന്തായാലും സരയു ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ കിരണും കല്യാണിയും കൂടി ആ ടെറസിലേക്ക് എത്തുക. റൂമിൽ മുഴുവനും പരിശോധിച്ചതിന് ശേഷം ശാരിയും ടെറസിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സരയുനെയാണ്. അത് കണ്ടപ്പോൾ തന്നെ ശാരിയാണെങ്കിലോ, ഈശ്വര ഇവളിത് എന്തായി കാണിക്കുന്നത്, മോളെ അവളൊന്നും ചെയ്യല്ലേ, കൺമണി മോളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ശാരി ബഹളം വയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് സരയു പറഞ്ഞു, ഒരൊറ്റെണ്ണം അടുത്ത് പോകരുത് എൻ്റെ അടുത്തേക്ക്, നിങ്ങൾ ആരെങ്കിലും വന്നാൽ ഞാൻ ഈ കൊച്ചിനെടുത്ത് താഴത്തേക്ക് ഇടും, അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കല്യാണിയും അതുപോലെ നമ്മുടെ ശാരിയൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി. സരയു ആണെങ്കിൽ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തുക, എന്തിനാ ഞങ്ങൾ ജീവിക്കുന്നത്, ഞാനും എൻ്റെ കുഞ്ഞും സേഫായിട്ട് മറ്റൊരിടത്തേക്ക് പോവുക, ആരും ശല്യത്തിന് വരാത്ത ഒരിടത്തേക്ക്, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നതെന്നും പറഞ്ഞ് ശാരിയാണെങ്കിൽ നിന്ന് കരയുക. ഈ സമയത്താണെങ്കിലോ കിരൺ തന്ത്രപരമായി തന്നെ നമ്മുടെ സരയുവിനെ കൈകാര്യം ചെയ്യുക. അവളെ പതിയെങ്കിൽ പിടിച്ചു. അതിന് ശേഷം ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി കിരൺ കല്യാണിയുടെ കയ്യിൽ കൊടുത്തു. നീ മോളെ പിടിക്കുമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണെങ്കിലോ നമ്മുടെ സരയുവിൻ്റെ കൈയൊക്കെ കെട്ടി അവളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ദീപയാണ്. അപ്പം ദീപയെ തിരക്കിയിട്ട്, അതായത് നമ്മുടെ കല്യാണിയെയും കിരണിനെയും തിരക്കിയിട്ട് ദീപയുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിരിക്കുക. ആൾ മറ്റാരുമല്ല, നമ്മുടെ മറിയം തന്നെയാണ്. മറിയം മനോഹറിനെ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല. അപ്പം ഇവൻ താമസിക്കുന്നത് ഈ വീട്ടിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ മറിയം എത്തിയിട്ടുള്ളത്. പക്ഷെ മറിയം വന്ന സമയത്താണെങ്കിലും അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനായിട്ടൊരു പേടിയുള്ളത് കൊണ്ട് അയൽവക്കത്തെ വീട്ടിലിറങ്ങി അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ദീപയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്നതും മോളാരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ, അല്ല ഇത് കിരൺ സാറിൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു. അതെ, കിരണിൻ്റെ വീടാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പുറത്ത് താമസിക്കുന്ന മനോഹറിനെ കുറിച്ചിട്ടായിരുന്നു. മനോഹറിനെ കുറിച്ചോ? അവനെക്കുറിച്ച് നിനക്ക് എന്താ അറിയേണ്ടത്? അതാ ആൻറ്റി, എൻ്റെ ഭർത്താവാ മനോഹർ. പുള്ളിക്കാരന് ഞാനും കൂടെ അമേരിക്കയിലേക്ക് പോകാനിരിക്കുക. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അതേന്നേ, ഞാനും മനോഹറും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കിരൺ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ കിരണിനെ കണ്ടപ്പോൾ തന്നെ, ദേ മോനെ ഇത് കണ്ടോ, ഇവിടെ ഈ പെങ്കൊച്ചു വന്നിരിക്കുക, ഇവള് അവൻ്റെ മനോഹറിൻ്റെ ഭാര്യയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താ ഇതിൽ സത്യാവസ്ഥയെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ദീപയാണെങ്കിൽ ഇവരോട് സംസാരിച്ചതും കിരണ് എന്നെ അറിയാമോ എന്ന് ചോദിക്കുക. മാഡം നിങ്ങളെ എനിക്കറിയാമല്ലോ. അല്ല, നിങ്ങളെന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ മനോഹറിൻ്റെ വൈഫാണ് എന്നുള്ള കാര്യം പറയുക. നിങ്ങളുടെ അയൽവക്കത്തല്ലേ മനോഹർ താമസിക്കുന്നത്? എൻ്റെ പൊന്നും അറിയും, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്നും പറഞ്ഞ് മനോഹരൻ്റെ പഴയ കഥകളൊക്കെ കിരണും കല്യാണിയും ചേർന്ന് വിളമ്പിക്കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ സരയുനെ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. സരയു നല്ല ബഹളം വെക്കാൻ തുടങ്ങി. എന്നെ പുറത്ത് വിട്, എന്നെ അഴിച്ചു വിട് എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പം ശാരിയാണെങ്കിൽ ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞ് ഇങ്ങനെ വിതുമ്പിയൊക്കെ നിൽക്കുക. പിന്നീടാണെങ്കിൽ കിരണും കല്യാണിയും നമ്മുടെ മറിയത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരാണെങ്കിൽ തനിക്കൊരു അബദ്ധം പറ്റിപ്പോയല്ലോ, എന്തായാലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു മനോഹർ എന്ന് പറയുന്ന ആ വ്യക്തിയെ കണ്ടതും അദ്ദേഹത്തെ വിവാഹം കഴിച്ചതും. എന്തായാലും നിങ്ങളെ ഇപ്പോഴെങ്കിലും കണ്ടല്ലോ, നിങ്ങൾക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അവനെ അവൻ്റെ ഭാര്യ അടിച്ചിട്ട് അവനിപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊന്നും അറിയാത്ത അവസ്ഥയിലാണ് ഉള്ളതെന്നും. അങ്ങനെ നമ്മുടെ മറിയും അവരോട് യാത്രയും പറഞ്ഞു പോകുന്ന സമയത്ത് കിരണും കല്യാണിയും കൂടി ചേർന്ന് സരയുവിനെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശാരിയാണെങ്കിൽ അവിടെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു. ഇവളാണെങ്കിൽ നല്ല ബഹളം പിടിക്കുന്നു. ഈ സമയമാണെങ്കിൽ ആശുപത്രിയിൽ എത്തിയതും അവൾ അവിടെ വെച്ച് തന്നെ ബഹളം വെച്ച് ഓടാൻ തുടങ്ങുന്ന സമയത്ത് കല്യാണിയും കിരണും കൂടി ചേർന്ന് നമ്മുടെ സരയുവിനെ പിടിക്കുക. പക്ഷെ അവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് സരയു ഓടിപ്പോകുന്ന സമയം സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ വന്നിട്ട് നമ്മുടെ സരയുവിനെ പിടിച്ചു. അങ്ങനെ മകൾ മുഴുവൻ ഭ്രാന്തിയായി നിൽക്കുന്ന
അവസ്ഥ കണ്ട് ചങ്ക് പെടഞ്ഞ് നിൽക്കുക നമ്മുടെ ശാരി. ഭർത്താവ് വരുമ്പം എന്തിനി പറയും? എന്തോരം പ്രതീക്ഷയിൽ വളർത്തിയ മകളാ ആ മകള് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുന്നത് കാണുമ്പം ശാരിയുടെ ചങ്ക് പിടയ്ക്കുക. ശാരിയാണെങ്കിൽ നിന്ന് കരയുന്നത് കാണുമ്പം നമ്മുടെ കിരൺ പറയുന്നുണ്ട്, എന്തിനാ ആൻറ്റി കരയുന്നത്? നിങ്ങൾ രണ്ടുപേരും ചെയ്തു കൂട്ടിയതിൻ്റെ ശിക്ഷകൾക്കുള്ള ഫലമാണ് നിങ്ങളുടെ മകൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. കണ്ടില്ലേ? എന്തിനാ? ഈ മകൾക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ അകറ്റി അങ്കിൾ ഇത്രയും കാലവും സമ്പാദിച്ചു കൂട്ടിയത്. എന്നിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടായോ? അവസാനം കൺമുന്നിൽ മകൾ ഇങ്ങനെ നശിക്കുന്ന കാഴ്ച കാണേണ്ടി വന്നില്ലേ? ഇനി ഇതൊന്നും അല്ല, ആ ജയിലിൽ നമ്മുടെ മനോഹറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അമ്മയുടെ മോൾ എന്തായാലും ജയിലിലേക്ക് പോവും. അപ്പോൾ പിന്നെ അച്ഛനും മോളും ബാക്കിയുള്ള ഗുണ്ടകളും ഒക്കെ കൂടി ചേർന്ന് ഇനിയുള്ള കാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ ശാരിയോട് കിരൺ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.